നമസ്കാരം. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന യുദ്ധത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് 5 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നായിരുന്നു. എന്നാൽ പിന്നീട് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. യുദ്ധത്തിന് യാതൊരു വിരാമവുമില്ലാതെ അതിപ്പോഴും തുടരുക തന്നെയാണ്. എന്തായിരിക്കാം ഇതിന് പിന്നിലുള്ള പ്രധാന വിഷയം എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇത് അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു തന്ത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 5 ദിവസം കൊണ്ട് അമേരിക്ക വളരെ സുപ്രധാനമായൊരു സൈനിക നീക്കം നടത്തും എന്നാണ് ഇപ്പോൾ റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇറാനിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമായ ഖാർഗ് ദ്വീപ് അമേരിക്ക പിടിച്ചെടുക്കാൻ പദ്ധതിയിടുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് ഈ 5 ദിവസം സമയം അവർ ആവശ്യപ്പെട്ടിരുന്നതെന്നാണ്. ഈ 5 ദിവസം കൊണ്ട് പരമാവധി അമേരിക്കയിൽ നിന്ന് സൈനികരെ എത്തിക്കുക, പാരാട്രൂപ്പേഴ്സിനെ എത്തിക്കുക, അങ്ങനെ അവരെല്ലാവരെയും ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ ആക്രമണത്തിലൂടെ ഈ ദ്വീപ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. ഇറാനിലെ 90% എണ്ണയും വരുന്നത് ഈ ഖാർഗ് ദ്വീപിൽ നിന്നാണ്. ഇവിടെ ഏതാണ്ട് 20,000-ഓളം വരെ ജനസംഖ്യ മാത്രമേ ഉള്ളൂ. അവരിൽ കൂടുതൽ പേരും ഇവിടെയുള്ള എണ്ണപ്പാടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. നേരത്തെ ഈ മാസം 13-ാം തീയതി അമേരിക്കൻ വിമാനങ്ങൾ ഖാർഗിൽ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ അന്ന് എണ്ണപ്പാടങ്ങളൊന്നും തന്നെ ആക്രമിച്ചിട്ടില്ലായിരുന്നു. അതിന് ചുറ്റുമുള്ള സൈനിക താവളങ്ങളും അവരുടെ ആസ്ഥാനങ്ങളും മാത്രമാണ് അന്ന് അമേരിക്ക ബോംബിട്ട് നശിപ്പിച്ചത്. എണ്ണപ്പാടങ്ങൾ അതേപടി തന്നെ നിലനിർത്തിയിരുന്നു. അതിനെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞത് ആ എണ്ണപ്പാടങ്ങളിലെ ഓയിൽ സംവിധാനങ്ങൾ മൊത്തത്തിൽ, അതായത് അവിടുത്തെ എണ്ണക്കുഴലുകളൊക്കെ തന്നെ തകർക്കുകയാണെങ്കിൽ പിന്നെ ഇത് നന്നാക്കാൻ എത്രയോ വർഷങ്ങളെടുക്കുമെന്നാണ്. ചുരുക്കത്തിൽ അമേരിക്കയ്ക്ക് ഈ ഒരു എണ്ണപ്പാടത്തിൽ കണ്ണുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ഇതിനു വേണ്ടി തന്നെയാണ് അമേരിക്ക 5 ദിവസത്തെ സമയം ചോദിക്കുകയും ലോകത്ത് ട്രംപിൻ്റെ വാക്ക് വിശ്വസിച്ച ജനങ്ങളെ മുഴുവൻ ഏതാണ്ട് വിഡ്ഢികളാക്കുന്ന രീതിയിൽ പിന്നീട് അമേരിക്ക പെരുമാറുകയും ചെയ്തത്. അമേരിക്കയിൽ നിന്നുള്ള വിമാനങ്ങൾ വരിവരിയായി ഇസ്രായേലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പല ട്രാക്കർമാരും പറയുന്നത്. ഇതെല്ലാം തന്നെ ചരക്ക് വിമാനങ്ങളാണ്. പരമാവധി ആയുധങ്ങളും മറ്റ് സന്നാഹങ്ങളുമായി, അതല്ലെങ്കിൽ സൈനികരുമായിട്ട് തന്നെയാണ് ഈ വിമാനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇറാനാകട്ടെ ഇതിനെക്കുറിച്ച് അങ്ങേയറ്റം ബോധവാന്മാരുമാണ്. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ ഖാർഗിൽ അവർ വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക വിഭാഗമായ IRGCയിലെ ഏറ്റവും മിടുക്കന്മാരായ ഒരു 1000-ഓളം പേരെയാണ് ഇതിൻ്റെ സംരക്ഷണ ചുമതല അവർ ഏൽപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ സൈനികർ, പാരാട്രൂപ്പർമാരെല്ലാവരും എത്തിക്കഴിഞ്ഞാലും തങ്ങൾക്ക് അവരെ നേരിടാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് ഇവർക്കുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഖാർഗ് ദ്വീപ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവർ പരാജയപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അമേരിക്കയ്ക്ക് മുന്നിൽ തങ്ങൾ മുട്ടുകുത്തി എന്ന് തന്നെ ഇറാനുള്ളിൽ സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിന് വേണ്ടി അമേരിക്ക ഒരു തന്ത്രം കൂടി, ഒരു യുദ്ധതന്ത്രം, ഒരു സമ്മർദ്ദ തന്ത്രം കൂടി ഇക്കാര്യത്തിൽ പ്രയോഗിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഞങ്ങൾ സർവ്വശക്തി ഉപയോഗിച്ച് ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് അമേരിക്ക എത്തും എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല അമേരിക്ക ഇപ്പോൾ തന്നെ ഏതാണ്ട് 10-15 നിർദ്ദേശങ്ങൾ ഇറാന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന പല നിർദ്ദേശങ്ങളും ഒരു കാരണവശാലും ഇറാൻ അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന് അമേരിക്കയ്ക്ക് അറിയാം, ഇറാനും അറിയാം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പരമാവധി ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് എങ്ങനെയും ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. കൂടാതെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയോട് ഇറാനെ ആക്രമിക്കാൻ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. കാരണം അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലൊരു ഭീഷണിയായി തീരാൻ വീണ്ടും സാധ്യതയുള്ള രാജ്യം തന്നെയാണ് ഇറാൻ. ഒരുപക്ഷെ ഇറാഖ് പണ്ട് കുവൈറ്റിൽ അധിനിവേശം നടത്തിയ പോലെ നാളെ ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോലും കടന്നുകയറ്റം നടത്തുമോ എന്ന് എല്ലാവരും ഭയപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ആദ്യം ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ 48 മണിക്കൂർ സമയപരിധി അന്ത്യശാസനം ഇറാൻ നൽകിയതും അത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ട്രംപ് വളരെ പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ വെടിനിർത്തൽ ശരിക്കും ഒരു ചാണക്യതന്ത്രം തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ 5 ദിവസത്തെ സമയം കൊണ്ട് പരമാവധി സൈനിക നീക്കം നടത്താൻ അമേരിക്കയ്ക്ക് കഴിയും. ഇപ്പോൾ തന്നെ പശ്ചിമേഷ്യയിൽ ഏതാണ്ട് 50,000-ഓളം അമേരിക്കൻ സൈനികരുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക ബലം, അത് കരസേന എന്ന് പറയുന്നത് ഏതാണ്ട് 11 ലക്ഷത്തോളം പേർ അടങ്ങുന്നതാണ്. പക്ഷേ അവരെ കരയുദ്ധത്തിൽ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമല്ല. കാരണം ഇറാനിലെ ഭൂപ്രകൃതി അങ്ങേയറ്റം പ്രതികൂലമാണ്. അമേരിക്കയിൽ നിന്നുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പർവ്വതനിരകളും വളരെ ദുർഘടമായ പാതകളുമൊക്കെയുള്ള ഈ സ്ഥലത്ത് കൂടി സഞ്ചരിക്കുക, കരയാക്രമണം നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷേ ഈ ഒരു സന്ദർഭത്തിലും ഡൊണാൾഡ് ട്രംപിൻ്റെ തന്ത്രപൂർവമായ നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്ന് വേണം കരുതാൻ. ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ ഇസ്രായേൽ അത് കേട്ട ഭാഗം കാണിച്ചിട്ടില്ല, ഇറാനാകട്ടെ അതിനോട് പ്രതികരിച്ചിട്ടുമില്ലായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ട്രംപിൻ്റെ നീക്കം ഇറാന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ നിശബ്ദത പാലിക്കുന്നത്. പക്ഷേ ട്രംപ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഖാർഗ് എണ്ണപ്പാടം കൈക്കലാക്കാതിരിക്കാൻ എന്തൊക്കെ വഴികളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇറാൻ ഇപ്പോഴും ആലോചിക്കുന്നത്. ഇറാൻ നേരത്തെ പൊതുവെ നമ്മൾ കരുതിയിരുന്ന പോലെ അത്ര നിസ്സാരമായൊരു രാജ്യമല്ല. അവരുടെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയൊരു ശേഖരം തന്നെ ഉണ്ട് എന്നിപ്പോൾ നമുക്ക് ലോകത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ നീക്കം എത്രത്തോളം വിജയകരമാകും, അതോ ഇത് കാട്ടി ഭീഷണിപ്പെടുത്തി ഖാർഗ് പിടിച്ചെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കാൻ
ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനാണോ ഈ ഒരു നീക്കം നടത്തുന്നത് എന്നുള്ള കാര്യവും ഉറപ്പില്ല. ഏതായാലും അമേരിക്കൻ സൈനികർ ആയിരക്കണക്കിനായി ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.